وصحبه أجمعين أما بعد الحمد لله ബെല്ലാര യൂണിറ്റി SSF നടത്തുന്ന ഐതിഹാസികമായ ആദർശ സമ്മേളനം. നമുക്കറിയാം എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആദർശ സമ്മേളനം ഇവിടെ നടത്തപ്പെടുന്നത്. ഇങ്ങനെയൊരു പരിപാടി ഇവിടെ നടത്തുന്നതിന്റെ പശ്ചാത്തലം എന്താണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ ബെള്ളാര എന്ന് അറിയപ്പെടുന്ന ഈ നാട് അൽഹംദുലില്ലാഹ് ഭൂരിഭാഗം സുന്നികൾ താമസിക്കുന്ന ഈ ബെള്ളാരയുടെ മണ്ണിൽ നമ്മുടെ പള്ളിയുടെ ചാരത്ത് ഒരു മഹാനന്ദി ഉറങ്ങുന്നുണ്ട്. അല്ലാഹു തആല അവരുടെ മദദ് നമുക്ക് നൽകുമാറാകട്ടെ. പഴയ കാലം മുതൽ നമ്മുടെ നാട്ടിൽ താമസിക്കുന്നവരെല്ലാം പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങൾ നമ്മുടെ നാട്ടിൽ ഒരു തർക്കവുമില്ലാതെ സുന്നത്ത് ജമാഅത്ത് ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അസ്ഹാബികൾ, സ്വഹാബികൾ, താബിഉകൾ, തബഉ താബിഈങ്ങൾ, സലഫുസ് സാലിഹീങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന മാർഗം അത് മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള സുന്നികൾ ഇബാദത്തുകൾ ചെയ്യുമ്പോ, പരിശുദ്ധമായ ദീൻ പഠിപ്പിച്ച വിഷയങ്ങൾ ചെയ്തു വരുമ്പോ ഈ നാട്ടിലുള്ള ആളുകളെല്ലാം മുവഹിദീങ്ങളല്ല, അവർ ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ് എന്ന് വേദി കെട്ടി പറയുമ്പോ എന്റെ ഈമാനുള്ള ഈ ബെള്ളാരയിൽ താമസിക്കുന്ന മുഅ്മിനീങ്ങളെ, എന്താണ് യഥാർത്ഥ വിശ്വാസം, എന്താണ് യഥാർത്ഥ ആദർശം? വഹാബികളുടെ കപടമായ ആദർശത്തെ ഈ ജനസമൂഹങ്ങളിലേക്ക്, ജനമനസ്സുകളിലേക്ക് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത നമുക്കെല്ലാവർക്കുമുണ്ട്. എൻ്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ആമുഖമായൊന്നും നീട്ടാതെ തന്നെ എന്താണ് പരിശുദ്ധമായ ഇസ്ലാം? ഇസ്ലാം അല്ലാഹുവിൻ്റെ മതമാണ്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിൻ്റെ അടുത്ത് സ്വീകാര്യമാകുന്ന മതം അത് ഇസ്ലാം മാത്രമാണ് എന്ന് ആലു ഇംറാൻ സൂറത്ത് നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ, വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. അല്ലാഹുവിൻ്റെ മാർഗമല്ലാത്ത, ഇസ്ലാമല്ലാത്ത മറ്റു മാർഗങ്ങളെ പിൻപറ്റുന്നവരാരുണ്ടോ അവരുടെ വഴി ശരിയല്ല, അവർ ആഖിറത്തിൽ പരാജിതരാണ് എന്ന് പരിശുദ്ധമായ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ, എൻ്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഇസ്ലാമിൻ്റെ പേരിൽ മുസ്ലിമീങ്ങൾ എന്ന ടൈറ്റിലിലൂടെ ഒരുപാട് സംഘടനകൾ ഇവിടെ പ്രവർത്തിച്ചു വരുമ്പോ നാം ഏതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് കൃത്യമായി നാം പഠിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട്. പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹ നാം എടുത്തു നോക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും ഓരോരു മുഅ്മിനും നിർബന്ധമായി പാരായണം ചെയ്യേണ്ട പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹ എടുത്തു നോക്കുകയാണെങ്കിൽ എന്താണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, റബ്ബേ ഞങ്ങളെ മുസ്തഖീമായ റൂട്ടിൽ അടിയുറപ്പിക്കണേ എന്ന് എല്ലാ ദിവസം ഞങ്ങൾ 5 വഖത്ത് നിസ്കാരത്തിൽ പ്രാർത്ഥിക്കുമ്പോ ഏതാണ് സിറാത്തുൽ മുസ്തഖീമായ വഴി, ഏതാണ് നേരായ വഴി എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കാണാം. സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, നിങ്ങളെല്ലാവരും മനസ്സറിഞ്ഞ് ഈ ഭാഗമൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ? സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ച ശൈലി ഏതാണ് നേരായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗം? സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹം ചെയ്തവരുടെ മാർഗം. ഗൈറിൽ മഗ്ലൂബി അലൈഹിം, അല്ലാഹുവിന്റെ ദ്വേഷമില്ലാത്തവരുടെ മാർഗം. വലല്ലാലീൻ, പേച്ചു പോകാത്തവരുടെ മാർഗമാണെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. ഇവിടെയാണ് ഗൗരവത്തോടുകൂടെ ഓരോരു മുഅ്മിനും ഞങ്ങൾ ചിന്തിക്കേണ്ടത്. ഖുർആൻ പറഞ്ഞില്ല ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞതിന്റെ ശേഷം സിറാത്തുൽ ഖുർആനി വൽ ഹദീസ് എന്ന് പറഞ്ഞില്ല, അല്ലെങ്കിൽ സിറാത്തുൽ ഖുർആനി എന്ന് പറഞ്ഞില്ല.
സിറാത്തുൽ മുസ്തഖീം, നേരായ മാർഗം അത് ഖുർആൻ മാത്രമാണെന്ന് അല്ലാഹു പഠിപ്പിച്ചില്ല. ഖുർആനും ഹദീസും മാത്രമാണെന്ന് പഠിപ്പിച്ചില്ല. അല്ലാഹു പഠിപ്പിച്ചത് അല്ലാഹു അനുഗ്രഹം ചെയ്തവരുടെ മാർഗം, അല്ലാഹുവിന്റെ ദ്വേഷമില്ലാത്തവരുടെ മാർഗം, പേച്ചു പോകാത്തവരുടെ മാർഗം. എൻ്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ആ മാർഗം ഏതാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വമൻ യുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം. അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും അംഗീകരിക്കുന്നവർ, അനുസരിക്കുന്നവർ, അവർ അല്ലാഹു അനുഗ്രഹം ചെയ്തവരുടെ കൂടെയാണ്. ആരാണ് അനുഗ്രഹം ചെയ്തവർ? മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖ. സൂറത്തുൻ നിസാഇൽ വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. അല്ലാഹു അനുഗ്രഹിച്ചവരാരാണ്? അത് നബിമാരാണ്, അത് സുദ്ദീഖീങ്ങളാണ്. സുദ്ദീഖീങ്ങളാകുമ്പോൾ സ്വഹാബത്തിൽ അതിൽ പെടുന്നുണ്ട്. മഹാന്മാരാണ്, സ്വാലിഹീങ്ങളാണ് എന്ന് വളരെ വ്യക്തമായി പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എൻ്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഹബീബുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമുക്ക് പഠിപ്പിച്ചു തന്നില്ലേ? ബനൂ ഇസ്രായേൽ 72 വിഭാഗമായിട്ടുണ്ടെങ്കിൽ എൻ്റെ സമുദായം 73 വിഭാഗമായി മാറും. കുല്ലുഹും ഫിന്നാർ, എല്ലാവരും നരകത്തിലാണ്. ഇല്ലാ മില്ലത്തൻ വാഹിദ, ഒരൊറ്റ സമുദായം മാത്രം, ഒരു സമുദായം ഒഴിച്ച് ബാക്കി എൻ്റെ ഉമ്മത്തിൽപ്പെട്ട മുഴുവൻ ആളുകളും നരകത്തിലാണ്. അവിടുന്ന് സ്വഹാബത്ത് ചോദിച്ചു, അല്ലയോ യാ റസൂലല്ലാഹ്, അവരാരാണ് നബിയെ എന്ന് ചോദിച്ചപ്പോ, മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും ഏതൊരു മാർഗത്തിലാണ് ഉള്ളത്, ഞാനും എൻ്റെ സ്വഹാബത്ത് ഏതൊരു റൂട്ടാണോ കാണിച്ചു തരുന്നത്, അതാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്ന് ഹബീബുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. വേറെ ഒരു റിപ്പോർട്ടിൽ നമുക്ക് കാണാം, ഹിജ്റ 373 വഫാത്തായി പോയ, 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചു വഫാത്തായി പോയ മഹാനായ ഹാഫിള് അബുൽ ലൈസ് സമർഖന്ദി റളിയല്ലാഹു അൻഹു അവിടുന്ന് തംബീഹുൽ ഗാഫിലീനിൽ പറയുകയാണ്. വേറൊരു റിവായത്തുണ്ട്, സ്വഹാബത്ത് അവിടുന്ന് ചോദിച്ചു, അല്ലയോ യാ റസൂലല്ലാഹ്, ആരാണ് അവർ എന്ന് ചോദിച്ചപ്പോ നബി തങ്ങൾ അവിടുന്ന് പറഞ്ഞു, ഹും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ, അവർ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളാണ് എന്ന് വേറെ ഒരു റിപ്പോർട്ടിലും നമുക്ക് കാണാൻ കഴിയും. ഇവിടെയാണ് ഞങ്ങൾ ചിന്തിക്കേണ്ടത്, ഏതാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ? ആരാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ? ആരെങ്കിലും ഞങ്ങൾ അഹ്ലുസ് സുന്നത്തിന്റെ ആളുകളാണെന്ന് പോസ്റ്റർ വെച്ച് ഒരു സ്റ്റേജും വെച്ച് നാട്ടിലുള്ള മുഴുവൻ സുന്നികളെയും മുഴുവൻ മുസ്ലിമീങ്ങളെയും കാഫിറാണെന്ന് പറയുന്നവരാണെങ്കിൽ ഒരിക്കലും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് ആകാൻ കഴിയുകയില്ല. വഹാബികളുടെ നേതാവാണെന്ന് കൊട്ടിഘോഷിക്കുന്ന ഇബ്നു തൈമിയ്യ, വഹാബികളുടെ ഏറ്റവും വലിയ നേതാവായി അവർ അംഗീകരിക്കുന്ന ഇബ്നു തൈമിയ്യ അവിടെന്ന് പറയുകയാണ്, ആരാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ? അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ ഹും സലഫുൽ ഉമ്മത്തി വ അഇമ്മത്തുഹാ വമൻ തബിഅഹും ബിഇഹ്സാൻ. ആരാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞാൽ, ഇബ്നു തൈമിയ്യ മജ്മുഉൽ ഫതാവയുടെ 24-ാം വാല്യം 341-ാം പേജിൽ അവിടെന്ന് പറയുകയാണ്, ഹും സലഫുൽ ഉമ്മ, ഹും സലഫുൽ ഉമ്മത്തി വ അഇമ്മത്തുഹാ വമൻ തബിഅഹും ബിഇഹ്സാൻ. അഹ്ലുസ് സുന്ന എന്ന് പറഞ്ഞാൽ ഈ ഉമ്മത്തിലെ പൂർവീകരും, ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഈ ഉമ്മത്തിലെ പൂർവീകരും ഇമാമുമാരും അവരെ പിൻപറ്റി വന്നവരാണെന്ന് ഇബ്നു തൈമിയ്യ മജ്മുഉൽ ഫതാവയിൽ പറയുമ്പോൾ, എൻ്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഈമാൻ കുറച്ചെങ്കിലും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന വഹാബികൾ ഈ ചുറ്റുമുറ്റ പ്രദേശങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങളോട് ഞാനൊന്ന് നെഞ്ചത്ത് കൈവച്ചൊന്ന് നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ്. ആരാണ് ഇമാമിങ്ങൾ? ഇമാമുന റാസി റളിയല്ലാഹു അൻഹു, ഇമാമുൽ ഖുർത്തുബി റളിയല്ലാഹു അൻഹു, ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു, ഇമാം നസായി റളിയല്ലാഹു അൻഹു, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, ഇമാം നബവി റളിയല്ലാഹു അൻഹു, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു, ഇമാം റാഫി റളിയല്ലാഹു അൻഹു, ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു, ഇമാം സുബക്കി റളിയല്ലാഹു അൻഹു പോലത്തെ പ്രഗൽഭരായ ഇമാമിങ്ങളെ പിൻപറ്റുന്നവരാരാണോ അവരാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളാണെന്ന് വഹാബികളുടെ ഏറ്റവും വലിയ
വലിയ നേതാവ് മജ്മൂഉൽ ഫതാവയിൽ ഇബ്നു തൈമിയ്യ അവിടുന്ന് രേഖപ്പെടുത്തി വെക്കുകയാണെങ്കിൽ ഇത് നാം പഠിച്ചു വെക്കേണ്ടതുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, മുസ്തഖീമായ വഴി ഏതാണെന്ന് നാം ഇപ്പോൾ മനസ്സിലാക്കിയല്ലോ. അല്ലാഹുവിൻ്റെ അനുഗ്രഹം ലഭിച്ചവരുടെ മാർഗം, അല്ലാഹുവിൻ്റെ ക്രോധമില്ലാത്തവരുടെ മാർഗം, തേച്ചു പോകാത്തവരുടെ മാർഗമാണ് യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് നാം എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ഒരു കാര്യം വളരെ കൃത്യമായി നാം മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. പരിശുദ്ധമായ ഖുർആൻ മുറുകെ പിടിക്കണമെന്ന് പറഞ്ഞ് അവിടുന്ന് ഇമാമിങ്ങളെ തള്ളിപ്പറയുന്ന ആളുകളല്ലേ വഹാബികള്. പരിശുദ്ധ ഖുർആനും ഹദീസും മുറുകെ പിടിച്ച് ഇമാം റാസി വേണ്ട, ഇമാം നസായി വേണ്ട, ഇമാം നവവി വേണ്ട, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു വേണ്ട എന്ന് ലോകപ്രസിദ്ധരായി ലോകത്ത് അംഗീകരിക്കപ്പെടുന്ന വലിയ അഇമ്മത്തുകളെ തള്ളിപ്പറഞ്ഞ് ഖുർആനും ഹദീസും മാത്രം മതി, ഖുർആൻ മാത്രം മതി എന്ന് പറയപ്പെടുന്ന ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ ഇമാമിങ്ങളെ തള്ളിപ്പറയുന്ന ആളുകളാണെങ്കിൽ അവർ ഒരിക്കലും അഹ്ലുസുന്നത്തി വൽ ജമാഅത്താകാൻ ഒരു നിലക്കും സാധ്യമില്ല എന്ന് ഈ വേദിയിൽ സാന്ദർഭികമായി ഉണർത്തുകയാണ്. എൻ്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഹബീബുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നതെന്താണ്? അലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ. നിങ്ങൾ എൻ്റെ മാതൃക പിൻപറ്റണം, എൻ്റെ സുന്നത്ത് നിങ്ങൾ പിൻപറ്റണം, എൻ്റെ സ്വഹാബത്തിൻ്റെയും മാതൃക നിങ്ങൾ പിൻപറ്റണമെന്ന് ഹബീബുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. ഇവിടെ നാം ഒന്ന് നെഞ്ചത്ത് കൈവച്ചു ചിന്തിക്കേണ്ടതുണ്ട്. വഹാബികളുടെ വിശ്വാസം എന്താണ്? സ്വഹാബികളെ അംഗീകരിക്കണമെന്ന് നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ബിദഈകൾ സ്വഹാബികളെ അംഗീകരിക്കുന്നുണ്ടോ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സ്വഹാബിമാരെ പറ്റി അവരുടെ ഗ്രന്ഥങ്ങളിൽ, അവരുടെ ലേഖനങ്ങളിൽ, അവരുടെ പുസ്തകങ്ങളിൽ എഴുതി വെച്ചത് നാം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. പരിസരത്തുള്ള വഹാബികൾ ഉണ്ടെങ്കിൽ ഇവിടെ വഹാബികളുടെ നേതാക്കൾ വന്ന് പ്രഭാഷണം നടത്തുമ്പോൾ വേദിയിൽ കുത്തിരുന്ന് തിരിഞ്ഞു പോകലല്ല, നിങ്ങളുടെ അൽമനാർ പോലത്തെ പുസ്തകങ്ങളിൽ എഴുതി വെച്ച ഒരുപാട് വാചകങ്ങളുണ്ട്, ഒരുപാട് വരികളുണ്ട്. അതിനെക്കുറിച്ചൊന്ന് നിങ്ങൾ ചോദ്യം ചെയ്യണേ എന്ന് നിങ്ങളോട് സാന്ദർഭികമായി ഉണർത്തുകയാണ്. എം.ഐ. മുഹമ്മദ് അലി സുല്ലമി എന്ന് പറയുന്ന വ്യക്തി ഗൾഫ് സലഫിസവും മുജാഹിദ് പ്രസ്ഥാനവും എന്ന് പറയുന്ന പുസ്തകത്തിന്റെ 99-ാം പേജിൽ എഴുതി വെക്കുകയാണ്, ഖുലഫാഉർ റാഷിദുകളുടെ വീക്ഷണങ്ങൾ പോലും തെളിവായി അംഗീകരിക്കാത്ത മുജാഹിദുകളുമായി സലഫികൾക്ക് പല കാര്യങ്ങളിലും ഇതുമൂലം അഭിപ്രായ വ്യത്യാസമുണ്ടായി. വെള്ളിയാഴ്ചയുടെ 2 ബാങ്ക്, തറാവീഹിന്റെ റക്അത്തുകളുടെ എണ്ണം തുടങ്ങിയ വഴിയിലുള്ള അന്തരം ഇങ്ങനെ ഉണ്ടായതാണെന്ന് പറയാമെന്ന് എം.ഐ. മുഹമ്മദ് അലി സുല്ലമി ഗൾഫ് സലഫിസവും മുജാഹിദ് പ്രസ്ഥാനവും എന്ന പുസ്തകത്തിന്റെ 99-ാം പേജിൽ എഴുതി വെക്കുകയാണ്. തീരുന്നില്ല, എം.ടി. അബ്ദുറഹ്മാൻ മൗലവി വാഴക്കാട് എഴുതുകയാണ്. ജുമുഅ ഖുതുബ മദ്ഹബുകളിൽ എന്ന പുസ്തകത്തിന്റെ 84-ാം പേജിൽ സ്വഹാബത്തിനെ കുറിച്ച് അവർ എഴുതി വെക്കുകയാണ്. ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ വഹാബികൾ സ്വഹാബത്തിനെ കുറിച്ച് അവർ വിശ്വസിക്കുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സ്വഹാബത്ത് അറബി അല്ലാത്ത, അറബി അറിയാത്തവരോട് മനസ്സിലാക്കേണ്ടതുണ്ട്. സ്വഹാബത്ത് അറബി അറിയാത്തവരോട് അറബി ഭാഷയിൽ കുതുബ ഉപദേശം ചെയ്തിരുന്നു എന്ന് സമ്മതിക്കാൻ നിർവാഹമില്ല. അറബി അല്ലാത്തവരോട് അറബിയിൽ ഉപദേശം നടത്തിയിട്ടുണ്ട് എന്ന് സമ്മതിക്കാൻ നിർവാഹമില്ല. എന്ന് മാത്രമല്ല, ഇനി അങ്ങനെ ചെയ്തിരുന്നു എന്ന് പറയുന്ന പക്ഷം വസ്തുനിഷ്ഠമായ ഒരു റിപ്പോർട്ട് തെളിയിക്കേണ്ടതാണ്. ഇനി തെളിഞ്ഞാൽ തന്നെ കേരളത്തിൽ മുസ്ലിയാക്കൾ ചെയ്യുന്നത് ദീനിന് തെളിവല്ലാത്തതുപോലെ അതും തെളിവാവുകയില്ല, സ്വഹാബത്തിനെയും തെളിവാക്കാൻ പറ്റുകയില്ല എന്ന് ജുമുഅ ഖുതുബ എന്ന മദ്ഹബുകൾ, ജുമുഅ ഖുതുബ മദ്ഹബുകളിൽ എന്ന പുസ്തകത്തിന്റെ 84-ാം പേജിൽ എം.ടി. അബ്ദുറഹ്മാൻ മൗലവി വാഴക്കാട് എഴുതി വെക്കുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് വഹാബികളെ, നിങ്ങളുടെ നേതാക്കളോട് നിങ്ങളൊന്ന് ചോദ്യം ചോദിക്കണ്ടേ? നബി തങ്ങൾ പഠിപ്പിച്ചത് എൻ്റെ മാതൃക നിങ്ങൾ പിൻപറ്റണം, എൻ്റെ സ്വഹാബത്തിന്റെ മാതൃക നിങ്ങൾ പിൻപറ്റണം. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് ഞാൻ അനുഗ്രഹിച്ചവരുടെ മാർഗം, എൻ്റെ ദ്വേഷമില്ലാത്തവരുടെ മാർഗം, എൻ്റെ ക്രോധമില്ലാത്തവരുടെ മാർഗം, ആ മാർഗമാണ് നിങ്ങൾ അംഗീകരിക്കേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുമ്പോ, നബി തങ്ങൾ പഠിപ്പിച്ചു തരുമ്പോ, സ്വഹാബ
സ്വഹാബത്തിനെ അംഗീകരിക്കാൻ ഞങ്ങളില്ല. കേരളത്തിലെ സുന്നികള് ദീനിന് തെളിവല്ലാത്തതുപോലെ സ്വഹാബത്തും തെളിവല്ല. ഇവിടെയാണ് ചിന്തിക്കേണ്ടത്. ഇങ്ങനെ എത്ര പേഴ്ച വിശ്വാസങ്ങളാണ് ഇവർ എഴുതി വെച്ചത്. എന്റെ മുഅ്മിനീങ്ങളെ, ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുകയാണ്, മൻ അഹ്ദഥ ഹദസൻ ഔ ആവാ മുഹ്ദിസൻ, ഒരാൾ പുത്തനാശയക്കാരനായാൽ, ഒരാൾ ബിദ്അയാൽ, ഔ ആവാ മുഹ്ദിസൻ, ഏതെങ്കിലും ഒരു പുത്തനാശയക്കാരനിക്ക് ഒരാൾ ഒത്താശ ചെയ്തു കൊടുത്താൽ, ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അവന്റെ മേലിൽ അല്ലാഹുവിന്റെ ശാപമുണ്ട്, വലഅനത്തുൽ ലാഇനീൻ, ഈ ലോകത്തിൽ ലഅനത്ത് ചെയ്യപ്പെടുന്ന എല്ലാവരുടെയും ണ്ട് അവന്റെ മേൽ, വന്നാസി അജ്മഈൻ ലാ യുഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദ്ല, അവന്റെ ഫർളായ കാര്യങ്ങളോ അവന്റെ സുന്നത്തായ കർമ്മങ്ങളോ അവനിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല എന്ന് ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ദീർഘിച്ചു കൊണ്ടുപോകുന്നില്ല, നാം വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട വിഷയങ്ങളാണ്. മുഹീദ്ദീൻ ഷെയ്ഖിനോട് സഹായം ചോദിക്കുമ്പോ, നമ്മുടെ ബെള്ളാര പള്ളിയുടെ മുറ്റത്തുള്ള മഹാനവരോട് സഹായം ചോദിക്കുമ്പോ ശിർക്കാണ്, ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ് എന്ന് ഒരു പ്രാവശ്യം മഹാന്മാരോട് ഇസ്തിഗാസ നടത്തിയാൽ അവനെ 3 തവണ 10 തവണ 100 തവണ എന്ന് പല രൂപത്തിലും കാഫിറാകുമെന്ന് പറഞ്ഞ ആളുകളുണ്ട്. ഇവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. നേരത്തെ പറഞ്ഞുവല്ലോ, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞാൽ ഏത് മാർഗമാണ്? മഹാന്മാർ പഠിപ്പിച്ചു തന്ന മാർഗമാണ്. തഖിയുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു ശിഫാഉസ് സഖാമിന്റെ 351 പേജിൽ പറയുകയാണ്, നിങ്ങൾ മനസ്സിലാക്കണം, അന്നഹു യജൂസു വയഹ്സുനു തവസ്സുൽ വൽ ഇസ്തിഗാസ, തവസ്സുൽ ചെയ്യൽ അനുവദനീയമാണ്, ഇസ്തിഗാസ നടത്തൽ അനുവദനീയമാണ്. ബിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തവസ്സുൽ ചെയ്യൽ, ഇസ്തിഗാസ നടത്തൽ അനുവദനീയമാണ് എന്ന് ലോകത്ത് അംഗീകരിക്കപ്പെട്ട തഖിയുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു അവിടുന്ന് പഠിപ്പിച്ചു തരികയാണെങ്കിൽ, അയിമ്മത്തു നമുക്ക് എത്രയാണ് നമുക്ക് കാണിച്ചു തന്നത്. മഹാന്മാരോട് സഹായം ചോദിച്ചത് 100 കണക്കിന് ഗ്രന്ഥങ്ങളിൽ മഹാന്മാർ നമുക്ക് വിശദീകരിച്ചു തരുന്നത് കാണാം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് വരൾച്ച ഉണ്ടായപ്പോ, നാട്ടിൽ വെള്ളമില്ലാതെ ഉണ്ടായപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തിയിരുന്ന കാലഘട്ടം, നാട്ടുകാരെല്ലാം പ്രയാസപ്പെട്ട് വെള്ളമില്ലാതെ ബുദ്ധിമുട്ടായ സമയം, ഒരു വ്യക്തി അതാ ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് പോവുകയാണ്. അവിടുത്തെ പച്ചക്കുബ്ബയുടെ ചാരത്തു നിന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി പച്ചക്കുബ്ബയുടെ ഉള്ളിൽ അന്തിയുറങ്ങുന്ന ലോകത്തിന്റെ നേതാവ് ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുന്ന് വിളിച്ചു സഹായം തേടുന്നു. മഴയില്ല നബിയേ, മദീനക്കാരെല്ലാം പ്രയാസത്തിലാണ് നബിയേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുന്ന് വിളിച്ചു സഹായം തേടുന്നത്. എത്ര ഇമാമിങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് എന്ന് ഞാൻ ഇമാമിങ്ങളെ പേര് ഇവിടെ വാഴിക്കുകയാണ്. ഈ സംഭവം ഉദ്ധരിച്ച ഇമാമിങ്ങൾ ആരാണ്? ഹാഫിദ് ഇബ്നു കസീർ അൽ ബിദായത്തു വൻ നിഹായയിലും, മുസ്നദ് ഫാറൂഖിലും, ഇമാം ഇബ്നു ഹജറുൽ അസ്ഖലാനി ഫതുഹുൽ ബാരിയിലും, ഇമാം ഇബ്നു അബീ ശൈബ മുസന്നഫിലും, ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ദലായിലുൻ നുബുവയിലും, ഇമാം ഇബ്നു അസാകിർ റളിയല്ലാഹു അൻഹു താരീഖ് ദിമഷ്കിലും, ഇബ്നു തൈമിയ വഹാബികളുടെ നേതാവ് ഇബ്നു തൈമിയ അടക്കം ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു, ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു, ഹാഫിദ് ദഹബി റളിയല്ലാഹു അൻഹു, ഇമാം അബൂ യഅല തുടങ്ങിയ എത്ര ഇമാമിങ്ങളാണ് ഈ സംഭവം അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചത്. ഇമാം ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു അത് ഇതിന്റെ സനദ് വ്യക്തമാണ് എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് പോയി നബി തങ്ങളോട് സഹായം ചോദിച്ചു. മദീന നിവാസികൾക്ക് മഴ ലഭിച്ചു എന്ന് ഗ്രന്ഥങ്ങളിൽ
ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഇമാം ഇബ്നു ഹാഫിദ് ഇബ്നു ഹജറുൽ അസ്ഖലാനി ഫത്ഹുൽ ബാരിയുടെ 2-ാം വാല്യം 639-ാം പേജിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് പോയി ആ സഹായം ചോദിച്ചത് ബിലാൽ ഇബ്നു ഹാരിസുൽ മുസ്നി എന്ന സ്വഹാബിയായിരുന്നു എന്ന് അവിടുന്ന് പറയുന്നതായി കാണാം. സ്വഹാബത്ത് ഇസ്തിഗാസ നടത്തി നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തന്നെ അവിടുന്ന് ഇസ്തിഗാസ ചെയ്തിട്ടുണ്ട് എന്ന് നാം വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ അബ്ദുറഹ്മാൻ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ്, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലിന് ഒരു തളർച്ച സംഭവിച്ചു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലിന് ഒരു തളർച്ച സംഭവിച്ചപ്പോ അവിടുന്ന് അബ്ദുറഹ്മാൻ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉദ്കുർ അഹബ്ബൻ നാസ് ഇലൈക, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾ ആരാണോ അവരെ വിളിക്കുക നിങ്ങൾ. എപ്പോഴാണ് പറഞ്ഞത്? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലിന് തളർച്ച സംഭവിച്ച് ഒരു വേദന വന്നപ്പോ അവിടുന്ന് പറയുകയാണ്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്ന നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളാരാണ് അവരെ നിങ്ങൾ വിളിക്കുക എന്ന് പറഞ്ഞപ്പോ ഇബ്നു ഉമർ തങ്ങൾ അവിടുന്ന് വിളിക്കുന്നു, യാ മുഹമ്മദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരാണ് വിളിക്കുന്നത്. അലിയുൽ ഖാരി റളിയല്ലാഹു അൻഹു ശർഉ ശിഫയുടെ 2-ാം വാല്യം 43-ാം പേജിൽ എഴുതി വെക്കുന്നു, വകാനഹു റളിയല്ലാഹു അൻഹു ഖസദ ബിഹി ഇൽഹാറൽ മഹബ്ബ ഫീ ളിംനിൽ ഇസ്തിഗാസ. അവിടുന്ന് മഹബ്ബത്ത് പ്രകടിപ്പിച്ചു ഇസ്തിഗാസയുടെ രൂപത്തിൽ. നബി തങ്ങളെ വിളിച്ചു, കാലിന് വേദന വന്നപ്പോ നബി തങ്ങളോട് സഹായം തേടി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അവിടുന്ന് മഹാന്മാർ വിശദീകരിക്കുകയാണ്, ശർഉ ശിഫയിൽ വളരെ വ്യക്തമായി അവിടുന്ന് പറയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വഹാബിസത്തിന്റെ എപ്പോഴാണ് വഹാബിസം വന്നത്, എങ്ങനെയാണ് വഹാബിസം ഞങ്ങളെ നാട്ടിലേക്ക് കുടിക്കയറിയത് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. 1921 കാലഘട്ടം വരെ നമ്മുടെ നാട്ടിൽ തറാവീനെ പറ്റി ചർച്ചയുണ്ടായിരുന്നില്ല, ഇസ്തിഗാസയെ പറ്റി ചർച്ചയുണ്ടായിരുന്നില്ല, തവസ്സുലിനെ പറ്റി ചർച്ചയുണ്ടായിരുന്നില്ല. സുന്നികളെല്ലാം ഐക്യത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ തറാവിഹ് 20 റക്അത്തും ഖുതുബ അറബിയിലും ഇസ്തിഗാസയും തവസ്സുലും എല്ലാം ചെയ്തു നടന്നിരുന്ന സുന്നികളുടെ ഇടയിൽ ഐക്യസംഘം എന്ന പേരിൽ കലഹമുണ്ടാക്കാൻ 1921 കാലഘട്ടങ്ങൾക്ക് ശേഷമാണ് വഹാബിസം ഞങ്ങളെ നാടുകളിലേക്ക് നൊയഞ്ഞു കയറിയത്. വഹാബികളുടെ തനി നിറം ഞങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവർ വലിയ കപടന്മാരാണ്. ഇബ്നു അബ്ദുൽ വഹാബ് സഊദിയുടെ ഭരണം പിടിച്ചടക്കിയപ്പോ സൈനി ദഅ്ലാൻ അവിടുത്തെ ഗ്രന്ഥത്തിൽ അവിടുന്ന് വ്യക്തമായി പറയുന്നുണ്ട്. അവരെ കുറിച്ച് അവരുടെ ബാക്ക്ഗ്രൗണ്ട് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വലമ്മാ ദഖലു ത്വായിഫ ഖതലുൻ നാസ ഖത്ലൻ അമ്മൻ. ഈ വഹാബികൾ ഇബ്നു അബ്ദുൽ വഹാബും കൂട്ടരും അവർ ത്വായിഫിലേക്ക് ഹറമിന്റെ മണ്ണിലേക്ക് കയറി ചെന്ന് അവിടെയുള്ള സുന്നികളായ ആളുകളെ മുസ്ലിമീങ്ങളെ വധിച്ചു കളഞ്ഞു. അവിടുന്ന് വീണ്ട വിശദീകരണത്തോട് അവിടെ പറയുകയാണ്, വസ്തൗഅബുൽ കബീറ വസ്സഗീറ വൽ മഅമൂറ വൽ അമീറ വശ്ശരീഫ വൽ വളീഅ വസ്വാറു യസ്ബഹൂന അലാ സ്വദുരിൽ ഉമ്മി അത്ഫുൽ റളിഅ. ഏതുവരെ? ചെറിയ കുഞ്ഞുങ്ങളെ മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളെ ഉമ്മയുടെ നെഞ്ഞിൽ വെച്ച് അറുത്തു കളഞ്ഞു എന്ന് സൈനി ദഹ്ലാൻ ഞങ്ങളല്ല പറയുന്നത്. സൈനി ദഹ്ലാൻ താരീഖ് പറയുന്ന ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അവർ വളരെ ഭീകര സ്വഭാവമുള്ള ആളുകളായിരുന്നു. വഹാബിസം എന്നുള്ളത് അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഭീകരവാദമാണ്. എത്രയോ സുന്നികളെ ഹറമിന്റെ മണ്ണിൽ വധിച്ചു കളഞ്ഞിട്ടുണ്ട്. ഇത് പറയുന്നത് ഞാനല്ല,
സൈനി ദഹ്ലാൻ അവിടുത്തെ ഗ്രന്ഥത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്, ഏതുവരെ ഹറമിൽ നിസ്കരിച്ചു കൊണ്ടിരുന്ന ആളുകളെ വരെ കൊന്നുകളഞ്ഞു. പരിശുദ്ധമായ ഹറമിൽ ഇൽമ പഠിച്ചുകൊണ്ടിരുന്ന ഹാഫിലീങ്ങളെ അവരെയും അവർ കടന്നു കയറി കൊന്നുകളഞ്ഞു എന്ന് അവിടുന്ന് വ്യക്തമാക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഇബ്നു അബ്ദുൽ വഹാബും കൂട്ടരും അവർ ഭരണമേറ്റെടുത്തപ്പോ ഈ മൊയ്തു മൗലവി അവിടെ എഴുതുകയാണ്, പരിപാവനമായ കഅബയിൽ വഹാബികളുടെ നേതാവ് ഈ മൊയ്തു മൗലവി അവിടെ എഴുതുകയാണ്, പരിപാവനമായ കഅബയിൽ ഉണ്ടായിരുന്ന വില പിടിച്ച എല്ലാ സാധനങ്ങളും നാണ്യങ്ങളും അടക്കം ചെയ്ത ഭണ്ഡാരം മദീനപ്പെടുത്തി അവ പട്ടാളക്കാർക്ക് വീതിച്ചു കൊടുത്തു. പരിശുദ്ധമായ കഅബയുടെ പരിസരത്തുണ്ടായിരുന്ന വളരെ മൂല്യമേറിയ സമ്പത്തുകളെ കൊള്ളയടിച്ചു എന്നാണ് ഈ മൊയ്തു മൗലവി എന്ന് പറയുന്ന വഹാബികളുടെ നേതാവ് ഇന്ത്യൻ മുസ്ലിമീങ്ങളും സ്വാതന്ത്ര്യ പ്രസ്ഥാനവും എന്ന പുസ്തകത്തിന്റെ 68-ാം പേജിൽ അവരുടെ നേതാവ് തന്നെ അഭിമാനം പറയുകയാണ്, ഞങ്ങൾ കൊള്ളയടിച്ചിട്ടുണ്ട്. തീരുന്നില്ല. എൻ്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ ചിന്തിക്കാൻ വേണ്ടി ചില വാചകങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് പോവുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ വേദിയിൽ ആദർശ പ്രഭാഷണം നടത്താൻ വഹാബികളുടെ പേടി സ്വപ്നമായ അബ്ദുൽ വഹാബ് സഖാഫി ഉസ്താദ് ഇൻഷാ അല്ലാഹ് അടുത്ത നിമിഷങ്ങളിൽ തന്നെ നമ്മുടെ സ്റ്റേജിലേക്ക് കയറി ചെല്ലും. നിങ്ങൾ വാട്സപ്പിലും മീഡിയകളിലും കണ്ടിട്ടുണ്ടാകും. പേടിച്ചുകൊണ്ടായിരിക്കുമെന്ന് തോന്നുന്നു. അവസാനത്തെ ഒരു അടവാണല്ലോ തേജോവധ ചെയ്യുക എന്നുള്ളത്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്ന ആളുകളെ നമുക്ക് കാണാം. ആ ഭാഗം നാം ചിന്തിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, യഥാർത്ഥ ആദർശം ആശയം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മുടെ ഈ വേദിയിലേക്ക് സ്വാഗതം എന്നൊന്നും കൂടി നിങ്ങളെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മുടെ വിശ്വാസം അചഞ്ചലമായ വിശ്വാസമാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹുവാണ് നമ്മുടെ റബ്ബ്, ഹബീബ് തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണെന്ന അചഞ്ചലമായ വിശ്വാസം കൽബിന്റെ അടിത്തട്ടിൽ നിന്ന് വിശ്വസിക്കുന്ന ഞങ്ങൾ വഹാബികളുടെ ആദർശത്തെ ഞങ്ങളൊന്ന് വിലയിരുത്തി നോക്കണം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയുന്ന അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആ തൗഹീദിൽ വഹാബികൾ യോജിക്കുന്നുണ്ടോ? ഒന്ന് രണ്ട് വിഷയങ്ങൾ നിങ്ങളോട് ഉണർത്തുകയാണ്. അവിടുന്ന് വഹാബികളുടെ അൽമനാർ 1952 അൽമനാർ ജനുവരി 20 പേജ് 35 അവിടുന്ന് അവർ എഴുതി വെക്കുകയാണ്, അല്ലാഹുവിന് ഭാഗമുണ്ടെന്ന് വിശ്വസിക്കുന്നത് കുഫ്റാണ്. അല്ലാഹുവിന് ഭാഗമുണ്ട് എന്ന് വിശ്വസിക്കുന്നത് കുഫ്റാണ്. അല്ലാഹുക്ക് ഒരാൾ ഭാഗമുണ്ട് എന്ന് പറഞ്ഞാൽ അവൻ കാഫിറാണ് എന്ന് അൽമനാറിന്റെ 1952 ജനുവരി 20 പേജ് 35 അവർ എഴുതി വെക്കുന്നു. വീണ്ടും ചിന്തിക്കണം. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം 2024 ഡിസംബർ മാസത്തിന്റെ അൽമനാർ പേജ് 36 അവരുടെ തൗഹീദ് മാറുകയാണ്. 52 വർഷങ്ങൾക്ക് ശേഷം തൗഹീദ് മാറുകയാണ്. അവർ പറയുന്നു അല്ലാഹുവിന് ഭാഗമുണ്ട്. അൽമനാറിൽ എഴുതി വെക്കുന്നു അല്ലാഹുവിന് ഭാഗമുണ്ട്. എന്റെ വഹാബികളെ, നേതാക്കൾ വന്ന് പ്രസംഗിക്കുമ്പോൾ ചോദ്യം ചെയ്യണം. 1952 അല്ലാഹനെ കുറിച്ചുള്ള വിശ്വാസം 2004 ആകുമ്പോ മാറിയത് എങ്ങനെയാണ് എന്ന ചോദ്യം ചോദിക്കണ്ടേ? 2004 അവരുടെ അൽമനാറിൽ പറയുന്നു അല്ലാഹുവിന് ഭാഗമുണ്ട് എന്നവർ പറയുകയാണ്. തീരുന്നില്ല. വീണ്ടും അല്ലാഹുവിന് ഒരു സ്ഥലത്തും അല്ലാഹു ഒരു സ്ഥലത്താണ് എന്ന് പോലും സങ്കല്പിക്കാൻ പാടില്ല എന്ന് 1930 ഇസ്ലാം സിദ്ധാന്ത സംഗ്രഹം എന്ന പുസ്തകത്തിൽ 1930 അതിന്റെ 45-46 വക്കം മൗലവി അവിടുന്ന് പറയുകയാണ്, അല്ലാഹുവിന് ഒരു സ്ഥലവും സങ്കല്പിക്കാൻ പാടില്ല. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം 1987 ഫാത്തിഹയുടെ തീരത്ത് എന്ന പുസ്തകത്തിന്റെ പേജ് 126-27 അല്ലാഹു ആകാശത്തിലാണ് എന്നവർ പറയുന്നു. ആദ്യം പറഞ്ഞത്, കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് അല്ലാഹു എവിടെയാണ് എന്നൊന്നും സങ്കല്പിക്കാൻ പാടില്ല, അല്ലാഹുവിനിക്ക് സ്ഥലം പരിഗണിക്ക് പറയാൻ പാടില്ല. വർഷങ്ങൾക്ക് ശേഷം അവർ തിരിച്ചെഴുതുന്നു, ഫാത്തിഹയുടെ തീരത്ത് എന്ന പുസ്തകത്തിന്റെ
1987 പേജ് 126, 27 അവർ പറയുന്നു അല്ലാഹു ആകാശത്തിലാണ്. തൗഹീദ് മാറിയില്ലേ? ഒരു കാലത്തുണ്ടായിരുന്ന തൗഹീദ് വർഷങ്ങൾ കഴിയുമ്പോൾ മാറി മറിയുന്നു, തീരുന്നില്ല. പിന്നെയും അവരുടെ പുസ്തകത്തിൽ അവർ പറയുന്നു ആകാശങ്ങൾ അല്ലാഹുവിന്റെ വലതു കൈയിലാണ്. കുറച്ചും കഴിയുമ്പോ അത് അത്തൗഹീദ് എന്ന പുസ്തകത്തിന്റെ പേജ് 199 പേജിൽ അവർ പറയുകയാണ്, എഴുതി വെക്കുകയാണ്, ആകാശങ്ങൾ അല്ലാഹുവിന്റെ വലതു കൈയിൽ. പിന്നെയും തൗഹീദ് മാറി മറിയുന്നു, ഓരോരു പ്രാവശ്യം തൗഹീദ് മാറ്റിമറിക്കുന്നു. പിന്നെയും അവരുടെ അൽമനാർ 2005 ഏപ്രിൽ പേജ് 49 അല്ലാഹുവിന്റെ വലതു കൈയിൽ തന്നെ അല്ലാഹു. ചിന്തിച്ചു നോക്ക്, അല്ലാഹുവിന്റെ വലതു കൈയിൽ തന്നെ അല്ലാഹു എന്ന് പറഞ്ഞാൽ അവർ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് അല്ലാഹു ആകാശത്തിലാണ്. പിന്നെ പറയുന്നത് അള്ളാന്റെ വലതു കൈയിലാണ് ആകാശം. ചിന്തിക്കേണ്ടതുണ്ട്. അള്ളാന്റെ വലത്, ഫസ്റ്റ് പറഞ്ഞ അല്ലാഹു ആകാശത്തിലാണ്, പിന്നെ പറഞ്ഞ അള്ളാന്റെ വലതു കൈയിലാണ് ആകാശം. അള്ളാന്റെ വലതു കൈയിൽ ആകാശം, ആ ആകാശത്തിൽ അല്ലാഹു. ചിന്തിച്ചു നോക്ക്, എന്തെല്ലാം വിശ്വാസങ്ങളാണ്, ചിന്തിക്കേണ്ടതാണ്. അല്ലാഹു ഇരുന്നു എന്ന് വിശ്വസിക്കരുത് എന്ന് KNM പുറത്തിറക്കിയ വിശുദ്ധ ഖുർആൻ വിവരണം KNM പൂരം 1102 അതിൽ അവർ പറയുകയാണ് അല്ലാഹു ഇരുന്നു എന്ന് വിശ്വസിക്കരുത്. പിന്നെ വീണ്ടും ഫാത്തിഹയുടെ തീരത്ത് എന്ന പുസ്തകത്തിൽ ഇരുന്നു എന്ന് വിശ്വസിക്കണം. അങ്ങനെ മാറി മറിയുന്ന ആദർശമാണ്. ഞാൻ കൂടുതലായൊന്നും പറയുന്നില്ല, പക്ഷേ അഹ്ലുസുന്ന വൽ ജമാഅത്താകുന്ന ഞങ്ങളുടെ വിശ്വാസം അജയ്യമാണ്. നമുക്കൊരിക്കലും മാറ്റിമറിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുതൽ ഇന്നേ വരെയുള്ള നമ്മുടെ അഹ്ലുസുന്ന അജയ്യമാണ്. ഇൻഷാ അല്ലാഹ് എൻ്റെ ദൗത്യം ഈ വേദിയിലേക്ക് സ്വാഗതം പറയുക എന്നുള്ളതാണ്. നമ്മുടെ ഈ വേദിയിൽ നമുക്ക് ആദർശ പ്രഭാഷണം നടത്തി തരുന്നത് മഹാനായ അബ്ദുൽ വഹാബ് സഖാഫി ഉസ്താദ് നമ്മുടെ ഇവിടേക്ക് സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ വേദിയെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് KCFന്റെ വലിയ നേതൃത്വം ഹസൈന റമാനി ഉസ്താദ് അജ്ജാവറ. അല്ലാഹു ആഫിയത്ത് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ സിയാറത്തിന് നേതൃത്വം നൽകിയത് നമ്മുടെ കർവേള് സാദാത്ത് തങ്ങളാണ്. നമ്മുടെ സ്റ്റേജിലുണ്ട്, ദുആ നിർവഹിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ എന്ന് സ്വാഗതമായി അരുളിക്കൊണ്ട് നമ്മുടെ ഈ സദസ്സിലേക്ക് പല സ്ഥലങ്ങളിലും ആളുകൾ കടന്നു വരുന്നുണ്ട്. വലിയ ഉസ്താദുമാരുണ്ട്, പണ്ഡിതന്മാരുണ്ട്, ഉമറാക്കളുണ്ട്, KCFന്റെ നേതാക്കളുണ്ട്, SSFന്റെയും SYSന്റെയും മുസ്ലിം ജമാഅത്തിന്റെയും SJയുടെയും SJMന്റെയും എല്ലാ സുന്നത്ത് ജമാഅത്തിന്റെയും SMയുടെയും ധീരമായ നേതൃത്വങ്ങൾ നമ്മുടെ മുറ്റത്തുണ്ട്. അല്ലാഹു അവർക്കെല്ലാം ആഫിയത്ത് നൽകുമാറാകട്ടെ. ഈ പരിപാടിക്ക് വേണ്ടി അഹോരാത്രം ശ്രമിക്കുന്ന ഒരുപാട് പ്രവർത്തകരുണ്ട്. അല്ലാഹു അവർക്ക് ആഫിയത്ത് നൽകുമാറാകട്ടെ എന്ന ദുആ എല്ലാവർക്കും സ്വാഗതമായി പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഹസീന റഹ്മാനി ഉസ്താദിനെ ഈ വേദി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.